മുൻപ് ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കോഡുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പൊ പിതാവ് പ്ലാൻ ചെയ്താൽ അല്ലെ, പിതാവ് പ്ലാൻ ചെയ്താൽ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്താൽ സംഭവം വിഷയമാണ് എന്നോർത്തു അല്ലെ. പിതാവ് ആസൂത്രണം ചെയ്താൽ വിഷയമാണ്. അപ്പോ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് PC മഹലനോബിസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ പിതാവ് ഒരു മാസത്തേക്കുള്ള ബജറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് എന്ന് ഓർക്കട്ടോ. പിതാവ് ഒരു മാസത്തോട്ടുള്ള ബജറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചെന്നാൽ പിതാവ് എന്ത് പറയും? നോ. നോ എന്ന് പറയും അല്ലെ. പിതാവ് പ്ലാൻ ചെയ്ത ബജറ്റിനപ്പുറം നമ്മൾ പുതിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ പിതാവ് എന്ത് പറയും? നോ. നോ എന്നതിൽ നിന്ന് PC മഹലനോബിസ് കണക്ട് ചെയ്യാലോ. അപ്പോൾ ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അപ്പോൾ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയിക്കുന്നതാണ് കേട്ടോ.